ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഇതേ നേരം വെളുത്ത് മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. ഇന്ന് കുഞ്ഞാപ്പിനെ സ്കൂളിലൊക്കെ വിടണം. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വിട്ടോന്നേ. ഒരെണ്ണം കുളിച്ചിരിക്കുന്നുണ്ട്, കൊക്കൊക്കെ നനഞ്ഞ്. അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടം വറുത്തായിരുന്നു. അപ്പോൾ പപ്പടമൊക്കെ ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ആക്കുന്നുണ്ട്. പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്നും കൊടുത്തു വിടത്തില്ല, ഒന്നൊരാടം കൂടുമ്പോഴാണ് പപ്പടം കൊടുത്തു വിടത്തുള്ളൂ. അപ്പോൾ പപ്പടമൊക്കെ ഞാൻ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടി അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. വെള്ളം അവളുടെ ബാർബിയുടെ കുപ്പിയിൽ വെള്ളം കൂടി എടുക്കുന്നുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഈ ബനിയൻ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച ബനിയനായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അവൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കുവാണ്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ചെരുപ്പ് ഈ ഒരു കവറിനകത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അവൾ ചെരുപ്പൊക്കെ തന്നെ എടുത്തിട്ടോളുവേ. അപ്പോൾ കവറിനകത്ത് ചെരുപ്പില്ലായിരുന്നു, താഴെയായിരുന്നു. അപ്പോൾ കവറൊക്കെ എടുത്തിട്ടു. കവറൊക്കെ പോട്ട് ചെരുപ്പൊക്കെ എടുത്തിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ ഒരുക്കി കേട്ടോ. ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് അവൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തരുമെന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ എടുത്തു. ഞാൻ ഓർത്ത് വന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തേക്കാന്ന് ഓർത്തു. ലിപ്സ്റ്റിക്ക് ഇട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ വിഷമാവുമായിട്ട് ഞാൻ പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ചാണ് കേട്ടോ തൂത്ത് കൊടുക്കുള്ളൂ, ഒത്തിരിയൊന്നും തൂത്ത് കൊടുക്കില്ല, ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തു. അപ്പോൾ ഉടനെ തന്നെ ഇതുകൂട്ട് അലമാരിയിലൊക്കെ പോയി നോക്കി കേട്ടോ. കുഞ്ഞ് കയറിപ്പോയി കേട്ടോ ഗായ്സ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിലപ്പം എനിക്ക് റെക്കോർഡ് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകും. ഞാൻ കാഞ്ഞിരപ്പള്ളി വരെ കോളേജ് വരെ പോകണം. അപ്പോൾ അവൾ പെട്ടെന്ന് കയറിപ്പോയപ്പോൾ ഒരു വിഷമം കേട്ടോ. ഇന്നും കൂടെ ഇല്ലേ ഉള്ളൂ, ബാക്കി 2 ദിവസം അവധി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാപ്പിയോട് ഇഡ്ഡലിയായിരുന്നു ഉണ്ടാക്കിയത്, ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇച്ചിരി കറി വെക്കാനുണ്ട്. കറിയൊക്കെ വെച്ചിട്ട് വേണം പോവാൻ, കുളിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പോയി കറി വെക്കട്ടെ കേട്ടോ. ഇന്നലെ അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ചുമ്മാ ഞാൻ തറയൊക്കെ ഒന്ന് തൂക്കാമെന്ന് ഓർത്തു. അപ്പോൾ ചുമ്മാ ഒരു തുണി കൊണ്ടാണ് കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് തൂക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് എനിക്കല്ലാണ്ട് കുനിഞ്ഞ് വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റൂമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹാളും കൂടി ഒന്ന് തൂത്തിടുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഗായ്സ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. പോവുകയാണേ. പോയിട്ട് വരുമ്പം വാങ്ങത്തേക്കാം. പോയിട്ട് വരാവേ. പുതിയ ചെരുപ്പ് തന്നെ ഇട്ടേക്കാം, ചെരുപ്പ് ഇട്ടാവേ. പോയിട്ട് വരാവേ. അപ്പോൾ ഗായ്സ് ഞാൻ കോളേജിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി കൊച്ച് വരും കേട്ടോ. അപ്പോൾ അവളും വീട്ടിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, എനിക്ക് പക്ഷേ 2 ബസ് കയറണം. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് കേട്ടോ. കുട എടുക്കാതെ പോകാമെന്നൊക്കെ ഓർത്ത് ഞാനിരുന്നായിരുന്നു. പക്ഷേ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. തൂളമഴ നനഞ്ഞാണ് ആ ചേട്ടൻ പോകുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബസ് വന്നായിരുന്നു കേട്ടോ. ഞാൻ ബസ്സിൽ കയറി പോവുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ചേട്ടായി കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയതാണ് കേട്ടോ. പിന്നെ ഞാൻ കോളേജിലെത്തിയായിരുന്നു. അവൾ വന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂള്. അപ്പോഴത്തേനും അവൾ വന്നായിരുന്നു കേട്ടോ. അവൾ വന്ന് റെക്കോർഡൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ, ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു പള്ളിയാണ് കേട്ടോ, ഒരു മാതാവിൻ്റെ പള്ളിയിലോട്ട് ഞങ്ങൾ പോയി ഇന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വെച്ചു. പരീക്ഷയൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ വെച്ച്. അവിടെ ഫോൺ യൂസ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫോണ് പെട്ടെന്ന് തന്നെ എടുത്ത് ബാഗിൽ വെച്ചു. പിന്നെ പള്ളിയിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇച്ചിരി പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ പച്ചക്കറിയും മാമ്പഴമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പച്ചക്കറി കടയിൽ കയറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ലസ്സി കയറിയിട്ട് ഒരു റെയിൻകോട്ട് മേടിക്കാനുണ്ടായിരുന്നു അവളുടെ കൊച്ചിന്. അപ്പോൾ റെയിൻകോട്ടൊക്കെ മേടിച്ചു. അവളുടെ കറക്റ്റ് പാകത്തിനായിട്ടുള്ള റെയിൻകോട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതെടുത്തു. പിന്നെ ഞാൻ പെണ്ണിനായിട്ടൊരു പൗച്ചും കൂടെ മേടിച്ചു കേട്ടോ. കാരണം അവൾക്ക് ബോക്സ് തുറക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അവൾക്കായിട്ട് പെൻസിലും റബ്ബറും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൗച്ചും കൂടെ അവിടെ നിന്ന് കയറി എടുത്തായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാം ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കയറി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലോ,
പിന്നെ ദേ അവിടെ നിന്ന് ഇറങ്ങി അവൾക്ക് ദേ അവിടെ വേറൊരു കടയിൽ കയറണമായിരുന്നു. അവിടെ കയറിയപ്പോൾ ഞാനിവിടെ ചേട്ടായി വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ദേ ചേട്ടായി അത് കഴിഞ്ഞപ്പോൾ വന്നു കേട്ടോ. അവൾ സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറിപ്പോയി. പിന്നെ ദേ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ദേ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. നാളെ പോ. അതിൻ്റെ ഇടയ്ക്ക് അവൾ വീട്ടിൽ പോകുന്ന കാര്യം വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായിക്ക് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. ഇഷ്ടംപോലെ കളക്ഷൻ അവിടുത്തെ ചെരുപ്പുകളൊന്നും ചേട്ടായി ഇഷ്ടപ്പെട്ടില്ല. 319 രൂപ ഉണ്ടായിരുന്നുള്ള ചെരുപ്പിന് കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റൊക്കെ നോക്കി എനിക്ക് കറക്റ്റ് പോകുമായിരുന്നു കേട്ടോ. ജസ്റ്റ് കാലിലൊന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ അതേപടി തന്നെ എടുത്ത് വെച്ചു. പിന്നെ ദേ അവിടെ നിന്ന് വന്ന് വേറൊരു ചെറിയ കടയിലോട്ടാണ് കേട്ടോ. ആ കടയിൽ നിന്ന് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടി കേട്ടോ ചെരുപ്പ്. അവിടെ നിന്ന് ഒരു ചെരുപ്പും മേടിച്ചു, എനിക്കൊരു ബാഗും മേടിച്ചു. പിന്നെ ദേ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേ ഗായ്സ് ഞങ്ങൾ വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ചേട്ടായി ഇതേ ചോറൊക്കെ തന്നെ എടുത്ത് വിളമ്പി കഴിക്കുന്നുണ്ട്. നന്നായിട്ട് വിശന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ചേട്ടായി എന്നെ കളിയാക്കുന്നതാണ് കണ്ടത്. അല്ല ആ ഒരു എക്സ്പ്രഷൻ അങ്ങനെ വന്നത്. ടാറ്റാ.